ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ അയൺ ബോക്സിൽ ഇസ്തിരിപ്പെട്ടി നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സാൻഡ്വിച്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഓംലേറ്റ് സാൻഡ്വിച്ച് ആണ് കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ ഇനി നമുക്ക് ഫ്രൈ പാനോ ടോസ്റ്ററോ സാൻഡ്വിച്ച് ബേക്കറോ ഇങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാമെന്ന് വേണ്ടിക്ക് പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടുന്ന കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെടുക്കുന്ന വെജീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് വെജീസൊക്കെ അധികമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു കുക്കുംബർ, നമ്മുടെ കക്കിരിയിലെ അത് 1ൻ്റെ പകുതിയായിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഏകദേശം ഒരു 3-4 പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ടാക്കിയിട്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പാകത്തിൻ്റെ ഉപ്പ് ചേർക്കുക. ഉപ്പ് ഓവറായിട്ട് ചേർക്കണം, നമ്മൾ മയോണൈസിലൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നോക്കുക കേട്ടോ, എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടുന്നത്ര ചേർത്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ, ശരിക്കും ഓംലേറ്റ് സാൻഡ്വിച്ച്. അപ്പോൾ രാവിലെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ വേറെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഓരോരോ ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് 2 ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി വെജീസ് ചേർത്തത് കൊണ്ട് തന്നെ. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അതിൽ നിന്ന് 2-3 സ്പൂണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കാരണം ഇതിനൊന്നും ഒരു കറക്റ്റ് ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെല്ലാവർക്കും വേണ്ടുന്ന ടേസ്റ്റൊക്കെ നമുക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെജിറ്റബിൾസ് എത്ര വേണം എന്നുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ, ആവശ്യത്തിനനുസരിച്ച്. നമ്മുടെ നോർമൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ അടുത്തത് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് ഓംലേറ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലേറ്റിൻ്റെ മിക്സ് ഇല്ലേ, അത് മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓംലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല അല്ലേ. മുകൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുക, ഈ ഒരു നമ്മൾ വെജിറ്റബിൾസ് ഇട്ടില്ല ഓംലേറ്റിലേക്ക്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റൊക്കെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടാട്ടെ, ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗം ഒന്നങ്ങ് ആറി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഓംലേറ്റ് ചെയ്ത് തക്കാളി ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് മുറിയാതെ കിട്ടുമൊന്നുമില്ല കേട്ടോ, മുറിഞ്ഞൊക്കെ പോവും. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷനാവേ വേണ്ട. എന്തായാലും നമ്മൾ ഇതുപോലെ, ഞാൻ ഇപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തല്ലേ, ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിത് 3-4 പീസായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് കൊള്ളണമല്ലോ, അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടേ വെക്കുള്ളൂ കേട്ടോ മുട്ട. അതുകൊണ്ട് തന്നെ എങ്ങനെ മുറിഞ്ഞു പോയാലും ഒന്നും ടെൻഷനാകേണ്ട, ബിഗിനേഴ്സ് ഉണ്ടെങ്കിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓംലേറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത് മയോണൈസാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ പല വീഡിയോസിലും അടിക്കുന്നത് കാണിച്ചത് കൊണ്ടാണ് ഇതിൽ റെസിപ്പി കാണിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ടയുടെ മയോണൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സാൻഡ്വിച്ച് ആക്കുന്നുണ്ട് 1 മുട്ടയ്ക്കാണെങ്കിലും മതി കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ പലരും കംപ്ലയിൻറ്റ് പറയുന്ന കേൾക്കലുണ്ട്, ഞാൻ മയോണൈസ് ഒരിക്കലും തിക്കായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ എത്രത്തോളം ഓയിൽ ഒഴിക്കുന്നോ അതിനനുസരിച്ച് തിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഓയിലെല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കാനും പാടില്ല കേട്ടോ, അപ്പോൾ നമുക്ക് ഒരിക്കലും തിക്കായി കിട്ടില്ല. കുറച്ച്
ചെറുതായിട്ട് നോക്കി നോക്കി ഒഴിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒരു സൈഡിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അയൺ ബോക്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ ഷവർമ റോൾ ചെയ്യുന്ന പേപ്പറൊക്കെ ഇല്ല, അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എടുക്കട്ടെ, ഏതാണോ കയ്യിലുള്ളത്. ഫോയിലാകുമ്പോൾ എല്ലാവരുടെയിലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക, അതിലേക്ക് നന്നായിട്ട് മയോണൈസ് ഒന്ന് തടവി കൊടുക്കുക. അതുപോലെ തന്നെ കെച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കയ്യിൽ ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിലോ എന്തായാലും കെച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് ലെയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മയോണൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, അതിൽ നിന്ന് ഒരു പീസ്, അതായത് നമ്മുടെ ബ്രെഡിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ഒരു സ്ലൈസും കൂടി മയോണൈസ് നന്നായിട്ട് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാൻഡ്വിച്ച് ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാൻഡ്വിച്ചിൽ ചിലവർക്ക് ഒന്നും തന്നെ ഇഷ്ടമുണ്ടാവില്ല, പ്ലെയിനായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവും. ചിലവർക്ക് നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് സൈഡിലും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നിക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാനിപ്പോൾ നെയ്യാണ് ചെയ്യുന്നത്. ചിലവർക്ക് പ്ലെയിനായിട്ട് ഒന്നും ഇല്ലാതെ എണ്ണയൊന്നും ഒട്ടും ഇല്ലാതെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പുരട്ടിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോയിലിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. പതുക്കെ നല്ലപോലെ ലെവലിലൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ 4 സൈഡും ഇതുപോലെ നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അയൺ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്. നോർമൽ പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് വരട്ടിയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ടർക്കിയുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ബോക്സ് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നോർമൽ നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്ത് അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ചൂടായി കിടക്കുന്ന അയൺ ബോക്സ് തന്നെ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേതാവാൻ കുറച്ചൊന്ന് ടൈം എടുത്താലും ബാക്കിയുള്ളത് പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫോയിൽ തുറന്നിട്ട് നോക്കണേ, കാരണം ഇത് നമ്മൾ എത്രത്തോളം, ചിലവർക്ക് ഓവർ മൊരിയണ്ടുണ്ടാവും, ചിലവർക്ക് ഒത്തിരി മൊരിയാൻ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയിട്ട് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇടയ്ക്കിടെ അത് നിങ്ങൾ എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഇതായവ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ പാനിൽ ചെയ്തതോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്തതോ ഒന്ന് തന്നെയല്ലേ പറയാൻ പറ്റും, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ചൂടായി കിടക്കാണ് കേട്ടോ. അപ്പോൾ ഫോയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കൈയോടെ എടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പാനിൽ ചെയ്ത പോലെ തന്നെ, പ്രത്യേകിച്ച് നെയ്യും കൂടി തടവിയത് കൊണ്ട് ആ ഒരു സെയിം ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. പുതിയൊരു ഐറ്റം അല്ലേ, എന്തായാലും ഇതുവരെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് ചാനലോ ഹിന്ദി ചാനലോ അങ്ങനെ ഏതോ ഒന്ന് കണ്ടാണ് കേട്ടോ. ഇംഗ്ലീഷ് ചാനലാന്ന് തോന്നുന്നുണ്ട്, ഏതോ ഒരു ബാച്ചിലർ അങ്ങാനും പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് നല്ലപോലെ സക്സസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവരതിൽ ജസ്റ്റ് ബ്രെഡ് മാത്രം എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിച്ചത്. ഞാൻ അതിനെ നല്ലൊരു സാൻഡ്വിച്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു തവണയും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് പറ്റിയ കിഡിലൻ ഐറ്റം തന്നെ, എല്ലാവർക്കും പറ്റുന്ന, പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഇൻസ്റ്റാ പേജ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഗിഫ്റ്റ് എന്നുള്ളത്. ഒരു പ്രയർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇന്നൂനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്, 2 പേർക്കും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്രയർ ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഉമ്മി ലബ്സസലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ടാണ് കേട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ എനിക്കും ഇന്നും പറ്റിയിട്ടുള്ള 2 പ്രയർ ഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റണിൽ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 കളർ സ്ക്രഞ്ചീസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല കളറും പിന്നെ തസ്ബിയ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് വന്നിട്ട് നല്ല അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വൈറ്റ് കളറിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ വൈറ്റ് കളറിൽ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കണ്ടില്ല ഫ്രൈഡ് റൈസിന് ഒരു പൗച്ചും ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കിടിലം ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൗച്ച്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏതെങ്കിലും ട്രാവൽ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പൗച്ചിൽ അങ്ങനെ ഇട്ടിട്ട് എടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ ഇതൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ ഒരു ലേസ് വർക്കോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് അപ്പോൾ സാധാരണ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തട്ടം വേറെ കുപ്പായം വേറെ അങ്ങനെ ആക്കിയിട്ടല്ല നമ്മൾ കേട്ടോ. ഇത് മൊത്തത്തിൽ ഓൾ ഇൻ വൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും യൂസ്ഫുൾ ആണ്. പിന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ നല്ല വെയ്റ്റ്ലെസ് മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഉമ്മി ലബ്സസല എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പല വെറൈറ്റി കളക്ഷൻസും പല മോഡലും നല്ല നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. നിങ്ങളുടെ സ്ലീവ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർ ചെയ്തു തരും. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. റീസണബിൾ പ്രൈസിന് അവരെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇന്നുൻ്റെത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറയാം, എനിക്ക് പേഴ്സണലി ഇന്നുവിൻ്റെത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും കുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒന്ന് നമ്മൾ വെറുതെ തൊട്ട് നോക്കുമല്ലേ, അതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നുവിന് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ മക്കൾക്ക് നിസ്കരിക്കുമ്പോൾ ഇടാനും അതുപോലെ തന്നെ രണ്ട് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. അവർക്ക് മദ്രസയിൽ പോകുമ്പം ഇപ്പം കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ ഡ്രസ്സാണല്ലോ യൂസ് ചെയ്യുന്നത് അബായക്ക് പകരമായിട്ട്. അതിനും പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അബായ വേറെ തട്ടം വേറെ ആക്കി ഇട്ടിട്ടുണ്ടല്ലോ. അവർക്കെല്ലാം കൂടി ഓൾ ഇൻ വൺ ആകുമ്പോൾ നല്ല യൂസ്ഫുൾ അല്ലേ. പിന്നെ അതിൽ ഇന്നുവിൻ്റെ അതേ സെയിം മോഡലിൽ ആ ഒരു മെറ്റീരിയലിൽ തന്നെ അവൾക്കൊരു സ്ക്രഞ്ചീസ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം. സെയിം നമ്മുടെ വലിയാള മോഡലിൽ തന്നെ കുട്ടികളുള്ളത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നുവിനായതുകൊണ്ട് ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉമ്മി ലബ്സസല പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ. കാരണം ഇത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റല്ല, UAE നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. അവർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അയച്ച സമയത്ത് UAE നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ UAE നിന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇവർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പരിപാടി സെറ്റപ്പ് ഒക്കെ UAE തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യട്ടെ, എങ്കിലേ മനസ്സിലാവുള്ളൂ. അത്രയും പെർഫെക്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ ഗിഫ്റ്റ് ഹാമ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ളൊരു ഹാമ്പറായിട്ട് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടില്ല, അതുമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിപ്പം നാട്ടിൽ ഇവരുടെ ഡെലിവറി ഇല്ല, ഉണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും UAE നിന്നൊക്കെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ അവർ കൊടുത്തയക്കും. അങ്ങനെയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തയക്കും. അല്ലാതെ ഡയറക്റ്റ് നാട്ടിലേക്ക് ഡെലിവറി ഇല്ല. പക്ഷേ ഓൾ ഇൻ്റർനാഷണൽ ഡെലിവറി ഉണ്ട് കേട്ടോ. UAEക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഇൻ്റർനാഷണൽ ഡെലിവറി മൊത്തത്തിലുണ്ട്. നാട്ടിലേക്ക് ഇൻഷാല്ല കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും, അവർ സ്റ്റാർട്ടാക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്